blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ നമുക്ക് അനുഗ്രഹമായി തീർന്ന ചില വ്യക്തികളുണ്ട്. ഏതാണ്ട് 5ഓളം വ്യക്തികളുണ്ട്. നമുക്കൊരുമിച്ച് ചേർന്ന് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബാംഗ്ലൂരിൽ നിന്ന് ജോസഫ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ സാമ്പത്തികമായ കടഭാരത്തിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മകൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകട്ടെ, നല്ല ഭാവി ഉണ്ടാകട്ടെ. കാൽവയിൽ നിന്ന് റോസന്ന അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കും അവരുടെ മകൻ റോജിനും നല്ല ആരോഗ്യമുണ്ടാകട്ടെ. കർത്താവെ, ന്യൂഡൽഹിയിൽ നിന്ന് വർഗീസിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത എല്ലാ നന്മകൾക്കും ഞങ്ങളിപ്പോൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, തിരുനെൽവേലിയിൽ നിന്ന് അഞ്ജു ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഈ വ്യക്തികളുടെ മേൽ വന്ന് ചേരട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ ഓരോ വ്യക്തികളെയും ഇപ്പോൾ ഞങ്ങൾ ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ഔഷധം നീയേ, ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഒരിക്കൽ കൂടെ ഔഷധം നീയേ, ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഒരു പ്രാവശ്യം കൂടെ ഔഷധം നീയേ, ഔഷധം നീയേ, ഓഹരിയും You are my medicine bottle. അങ്ങേ ഞാൻ ആരാധിക്കും. ആൽഫയും നീയേ, ആൽഫയും ഒമേഗയും നീയേ, ആദ്യവും അവസാനവും അങ്ങേ ഞാൻ ആരാധിക്കും. എല്ലാവരും ചേർന്ന് പാടാം. ആൽഫയും നീയേ, ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എൻ്റെ യേശുവേ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തിയ കരങ്ങൾ രണ്ടും വീശിക്കൊണ്ട് കൈകൾ വീശി പാടാം. ഹല്ലേലൂയ. കുട്ടികൾ ഉൾപ്പെടെ എല്ലാ സഹോദരിമാരും സഹോദരന്മാരും ചേർന്ന് ഹല്ലേലൂയ, ആമേൻ.
ശക്തിയോടെ കൈകളെ അടിച്ച് ആരാധിക്കുമ്പോൾ, എല്ലാം മറന്ന് ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കുക. കൈകൾ തട്ടി ശക്തിയോടെ ആരാധിക്കുന്ന ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ശക്തിയോടെ പ്രവഹിക്കുന്നു. ഇലക്ട്രിക് ലൈനിൽ പിടിച്ചാൽ ഷോക്ക് അടിക്കുന്നത് പോലെ ചില ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവഹിക്കുന്നു. Power, 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 power. ശക്തിയോടെ കൈകളെ അടിച്ച് എല്ലാം മറന്ന് തുള്ളിച്ചാടി ആരാധിക്കുമ്പോൾ let the power of the Holy Spirit move. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. രോഗങ്ങൾ സൗഖ്യമാകുന്നു. കൈകാലുകളിലേക്ക് ദൈവത്തിന്റെ ശക്തിയുടെ പ്രവാഹം. കൈകാലുകളിലേക്ക് ദൈവശക്തിയുടെ പ്രവാഹം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്താൻ കഴിയാത്തവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഉയർത്തുക. എവിടെയാണ് നിൽക്കുന്നത് ഉയർത്തുക. കൈകൾ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉയർത്താം. കൈവിരലുകൾ നിവരാത്തത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചലിപ്പിക്കുക. നിവരട്ടെ. സന്ധിവാദം എല്ലാ ജോയിന്റുകളും സ്വതന്ത്രമാകട്ടെ. കരളിനുള്ള രോഗങ്ങൾ സൗഖ്യമാകും യേശുവിന്റെ നാമത്തിൽ. വൃക്കകളുടെ രോഗങ്ങൾ സൗഖ്യമാകുന്നു. Thank you, Jesus. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോൾ യേശുവിന്റെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങുക. എഴുന്നേറ്റ് നടക്കുക യേശുവിന്റെ നാമത്തിൽ. കാൽമുട്ടുകൾ വേദനയും പ്രയാസവുമുള്ളവർ കാൽമുട്ടുകൾ ഇപ്പോൾ മടക്കുക, നിവർത്തുക, ചലിപ്പിക്കുക. കാൽമുട്ടുകൾ ചലിപ്പിച്ച് നോക്കുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. നട്ടെല്ലിന് പ്രയാസമുള്ളവർ, നടുവേദന, ബാക്ക് പെയിൻ, ഡിസ്കുകൾക്ക് തകരാറ്, സുഷുമ്നയ്ക്ക് തകരാറ്, അങ്ങനെയുള്ളവർ യേശുവിന്റെ നാമത്തിൽ മുതുക് വളയ്ക്കുക, നിവരുക. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകുന്നു. അലർജികൾ സൗഖ്യമാകുന്നു. ചൊറിച്ചിലുകൾ മാറിപ്പോകുന്നു. മാരക രോഗങ്ങൾ മാറുകയാണ്. ബ്രദർ, ഈ സഹോദരന്റെ പേര് എബനേസർ എന്നാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഈ സഹോദരൻ വന്നത് എന്നോട് പറയുന്നത് കാലിൽ നല്ല നീരുണ്ടായിരുന്നു. മുട്ടിന്റെ ഭാഗത്ത് നല്ല നീരുണ്ടായിരുന്നു. തൊങ്കിയാണ് ഇതിനകത്ത് വന്നത്. മാത്രമല്ല തനിക്ക് നടുവിനും പ്രയാസമുണ്ടായിരുന്നു. കുനിയാനും നിവരാനൊക്കെ പ്രയാസമുണ്ടായിരുന്നു. വളരെ ഭാരത്തോടെ കരഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് വന്നത്. ഇപ്പോൾ സംഭവിച്ച അത്ഭുതം എന്ന് പറഞ്ഞാൽ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിറയൽ പോലെ തന്നെ ശരീരം അനുഭവപ്പെട്ടു. ആ തക്ക സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആ കാല് അപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ കാല് ഉയർത്തിയും താഴ്ത്തിയും ചെയ്തപ്പോൾ ആ വേദന അവിടെ ഇല്ല. ഇരിക്കാനോ നിവരാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ശരിയാണോ ബ്രദറെ? ഈ ഇത്രയും ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ എന്താണ് ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞു? ഒരു മാരി ഇരുന്ന് വന്നത്, ഒരു മാരി തലയ്ക്ക് ഒരു മാരി വന്ന്, എന്നിട്ട് ആടി ഇരുന്ന് വിറയൽ പോലെ വന്ന്, ശരീരത്തിൽ വിറയൽ വന്ന്. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പം കാല് കുറവുണ്ട്. കാലിന് ഇപ്പം വേദന മാറി. ഹല്ലേലൂയ. ഒന്ന് ചാടി കാണിച്ചേ. കുഴപ്പമില്ല. വ്യത്യാസമുണ്ടോ? വേദനയില്ല. ഇങ്ങോട്ട് വന്നത് എങ്ങനെയായിരുന്നു? ബസ്സിൽ വന്നു. എന്നിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ തൊങ്ങി വന്നു, അങ്ങനെ എന്തോ അങ്ങനെയാണോ വന്നത്? പക്ഷേ ഇപ്പോൾ നന്നായി നടക്കാൻ സാധിക്കുന്നുണ്ടോ? കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചു പറഞ്ഞു? ഈ സിസ്റ്ററിന്റെ പക്കിന്റെ ഭാഗത്തായിട്ട് വലിയൊരു മുഴയുണ്ട്. നമ്മുടെ തക്കാളിയേക്കാൾ വലിപ്പമുള്ളൊരു മുഴയുണ്ടായിരുന്നു. ചില വർഷങ്ങളായിട്ട് അത് അവിടെ ഉണ്ടായിരുന്നു. വേദനയായിരുന്നു. എന്നാൽ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രാർത്ഥിച്ച ശേഷം അവിടെ തൊട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മുഴ അവിടെ ഇല്ല. ആ സഹോദരി തന്നെ പറഞ്ഞ എന്താണ് ഉണ്ടായിരുന്നു? 3-4 വർഷം കൊണ്ട് ഒരു കാലും എടുക്കാൻ വയ്യായിരുന്നു. ഇവിടെ ഉണ്ടായ അനുഭവം ഇപ്പോഴും മാറി. ശരിക്കും പ്രസ് ചെയ്ത് നന്നായിട്ട് നോക്കി, അവിടെ ഇല്ല. ശരിയാണോ അമ്മ ഈ പറയുന്നത്? ശരിയായ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയോ?
ഈ സഹോദരി പറയുന്നത് തക്കാളിയുടെ വലുപ്പത്തിൽ ഈ ഭാഗത്ത് ഒരു മുഴയുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ നടുവിൽ ആ മുഴ യേശു എടുത്ത് മാറ്റി. കൈകൾ ശക്തിയോടെ അടിച്ച് യേശു നന്ദി പറയാം. ഈ അങ്കിളിന് ഇതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ കൈ വിരലുകൾ മടക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഇതിപ്പോൾ ഇതുപോലെ കാണിക്കുവാനൊന്നും സാധ്യമല്ലായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. ഈ കൈവേദന എടുത്ത് രണ്ട് കൈയും വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റൂല. എന്ത് രോഗമാണെന്ന് എന്തെങ്കിലും അറിയാമോ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇല്ല, അതറിയില്ല. പക്ഷെ രണ്ട് കൈകൾക്കും ഉണ്ടായിരുന്നു. രണ്ട് കൈകൾക്കും വേദന കൊണ്ട് രാത്രി ഉറങ്ങാൻ സാധിക്കും. എത്ര നാളുണ്ടായിരുന്നു? ഏകദേശം ഒരു വർഷത്തോളമായി. ഒരു വർഷത്തോളം ഈ വേദന ഉണ്ടായിരുന്നു. ഇന്നെന്ത് സംഭവിച്ചു? ഇന്നിപ്പോ എനിക്ക് ചെറിയൊരു തണുപ്പ് പോലെ തോന്നി, ശരീരത്തിൽ തണുപ്പ് പോലെ തോന്നി. എന്നിട്ട് ഇപ്പൊ നോക്കാനും മടക്കാനും. ഇത് നേരത്തെ ചെയ്യാൻ പറ്റില്ലായിരുന്നോ? സത്യമാണോ ബ്രദർ? സത്യമാണ്. ഇപ്പൊ മടക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തേ. നോക്ക്. ഒരു വർഷമായിട്ടുണ്ടായിരുന്ന രോഗത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവ് സൗഖ്യമാക്കി. ഈ സഹോദരിക്ക് 7 വർഷമായിട്ട് തനിക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ വരും. അലർജി കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ആ അലർജി ചൊറിച്ചിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ശരീരം വല്ലാതെ വേർക്കുമ്പോഴാണ്. എപ്പോൾ വേർത്താലും താൻ അസഹനീയമായി ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ 2 ബ്ലെസ്സിംഗ് ഫെസ്റ്റ് വന്നപ്പോഴും ഇവിടെ ചൊറിഞ്ഞുകൊണ്ടായിരുന്നത്. ഈ ചൂടിനിടയിൽ ചൊറിച്ചിലുണ്ടായിരുന്നു. വേർക്കുമ്പോൾ അപ്പോൾ ചൊറിച്ചിൽ തുടങ്ങും. എപ്പോൾ വിയർത്താലും അപ്പോൾ ചൊറിച്ചിൽ തുടങ്ങും. എന്നാൽ ഇന്ന് ഇവിടെ വന്നതും ചൊറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ ആന്റി പറഞ്ഞത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി. ഇന്ന് ഇത് മാറും എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് ഇത് മാറുമെന്ന് വീട്ടിൽ വെച്ച് തന്നെ. പക്ഷേ സഹോദരി ഇവിടെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ഈ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് അഴിഞ്ഞു പോയതുപോലെ ഈ സഹോദരിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ പറയുന്നത് ഇതുവരെയായിട്ടും ചൊറിഞ്ഞിട്ടില്ല, യാതൊരു കുഴപ്പവുമില്ലെന്നാണ്. നോക്കുക, ഇത്രയും വലിയ ജനസമൂഹത്തിന് നടുവിൽ എല്ലാവരും വിയർത്തായിരിക്കുന്നത്. ഈ സഹോദരിയും വിയർത്ത് നല്ല ചൂടുണ്ട്. പക്ഷെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞേ. ശരീരം മൊത്തം എനിക്ക് വിറയ്ക്കും പോലെ തോന്നി. എന്തോ വിറച്ചു, അങ്ങ് വീണു, താഴെ വീണു. എവിടെ ഇരുന്നത്? ഏത് ഭാഗത്തായിരുന്നത്? ഈ ഭാഗത്തായിരുന്നത്. ഓക്കെ, അവിടെ അതിന് വീണ്. എന്നിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോകും പോലെ തോന്നി. ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടുമാറുന്നത് പോലെ തോന്നി. പിന്നെ ഞാൻ നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇപ്പൊ നടുവേദനയില്ല. ചെക്ക് ചെയ്ത് നോക്കിയോ? കുനിഞ്ഞു നോക്കിയോ? നിവർന്ന് നോക്കിയോ? അവിടെ ഇല്ല. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് തന്റെ കൈ ഇവിടം വരെ വരത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ലായിരുന്നു. ഏത് കൈ? ഈ കൈ, ഈ വലത് കൈ. ഞാൻ പറഞ്ഞു ഉയർത്താൻ സാധിക്കും, പക്ഷെ കൈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ തോള് മുതൽ ഈ ഭാഗം വരെ കൊളത്തി പിടിക്കും. 3-4 മാസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഓക്കെ, ബാക്കിലോട്ടൊന്നും പോവില്ല. ഈ കൈ ബാക്കിലോട്ട് പോവില്ലായിരുന്നു. ഒട്ടും പോവില്ല. ഇപ്പൊ നല്ലതായിട്ട് പോണം. ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. എപ്പോഴാണ് ഈ സൗഖ്യം കിട്ടിയത്? ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ഞാൻ കൈ ബാക്കിലോട്ടൊക്കെ വെച്ച് നോക്കി. ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു. ആ സഹോദരി ചെയ്ത് നോക്കി. നന്നായിട്ട് കൈ മടങ്ങുന്നുണ്ട്. കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. Today I'm going to speak on the power of God at work for us. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. Everybody lift your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തുക. And everybody say, the power of God is at work for me. എന്നോട് ഒപ്പം നിങ്ങൾ ചേർന്ന് പറയുക, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവശക്തി. How many of you know that our God is all powerful? നിങ്ങൾ എത്ര പേർക്ക് അറിയാം നമ്മുടെ ദൈവം സർവശക്തനാണ്? From Genesis to Revelation, we go through the pages of the Bible, we see the manifestation and demonstration of the power of God walking through the history in different people, in different people groups and in different generation. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചരിത്രത്തിൽ ഉടനീളം വിവിധ ജനവിഭാഗങ്ങളിലൂടെ വിവിധ ആളുകളിലൂടെ കർത്താവ് തന്റെ ശക്തിയെ എങ്ങനെ വെളിപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Hallelujah. Hallelujah. And I am here to tell you that the same power is available even today. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അതേ ശക്തി ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയും. Once Jesus said, ഒരിക്കൽ യേശു പറഞ്ഞു, when 2 people or 3 people are gathered in my name, I will be there in the midst of them. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ടാവും. Hallelujah. Hallelujah. And when Jesus comes, യേശു വരുമ്പോൾ there will be the power of Jesus along with him.
യേശു വരുമ്പോൾ തന്നോടൊപ്പം തന്റെ ശക്തിയും ഉണ്ടാകും. Hallelujah. ഹല്ലേലൂയ. Jesus will never come empty-handed. യേശു ഒരിക്കലും ഒഴിഞ്ഞ കൈയുമായി വരാറില്ല. When he comes, അവൻ വരുമ്പോൾ he comes with all his power and all his characteristics. യേശു തന്റെ മുഴുവൻ ശക്തിയോടും തന്റെ മുഴുവൻ ഗുണവിശേഷങ്ങളോടും കൂടിയാണ് വരുന്നത്. When Jesus was here on earth, യേശു ഭൂമിയിലായിരുന്നപ്പോൾ and when he walked along the roads of Jerusalem, യെരുശലേമിന്റെ വീഥികളിലൂടെ അവൻ നടന്നപ്പോൾ, or in Galilee, or ഗലീലയിലായിരുന്നപ്പോൾ, in different towns and cities, നിരവധി പട്ടണങ്ങളിൽ അവനായിരുന്നപ്പോൾ, when he was moving, the power to heal, the power to miracle was also moving along with him. യേശു എവിടെയൊക്കെ സഞ്ചരിച്ചുവോ സൗഖ്യമാക്കുവാനുള്ള വിടുവിക്കുവാനുള്ള ശക്തിയും തന്നോടൊപ്പം സഞ്ചരിച്ചു. Hallelujah. ഹല്ലേലൂയ. So 3.5 years he demonstrated, he revealed his power through his ministry to his disciples and the people who lived there in that generation. അങ്ങനെ 3.5 വർഷം തന്റെ ശുശ്രൂഷകളിലൂടെ തന്നിലുള്ള രോഗസൗഖ്യത്തിന്റെ ശക്തിയും അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയും തന്റെ ശിഷ്യന്മാർക്കും വരുന്ന ജനക്കൂട്ടത്തിനും താൻ വെളിപ്പെടുത്തി. Hallelujah. ഹല്ലേലൂയ. And one day Jesus said, ഒരിക്കൽ യേശു പറഞ്ഞു, I am going to give the same power to you, to his disciples, to his apostles, Jesus said. ഒരിക്കൽ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ഇതേ ശക്തി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Our Jesus is not a selfish Jesus. നമ്മുടെ യേശു ഒരു സ്വാർത്ഥനായ യേശുവല്ല. Whatever he has, he is ready to share with us. തനിക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നാമുമായി പങ്കുവയ്ക്കുവാൻ അവൻ തയ്യാറാണ്. Hallelujah. Hallelujah. So Jesus said, the same power and same authority I'm giving to you. ഇതേ അധികാരവും ഇതേ ശക്തിയും ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. Now you can go to different villages and cities and you can heal the people, you can raise the dead, you can perform miracles in my name. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് പട്ടണങ്ങളിലേക്ക് ചെന്ന് എന്റെ നാമത്തിൽ നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാം, Yes. ഭൂതങ്ങളെ പുറത്താക്കാം, Hallelujah. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാം. Amen. ആമേൻ. So that is our Jesus. അതാണ് നമ്മുടെ യേശു. He is never a selfish guy. ഒരിക്കലും സ്വാർത്ഥനായ ഒരു വ്യക്തിയല്ല. Hallelujah. ഹല്ലേലൂയ. Now Jesus gave his power and authority to his disciples. യേശു തന്റെ ശക്തിയും അധികാരവും തന്റെ ശിഷ്യന്മാർക്ക് നൽകി. First to 12 disciples, ആദ്യത്തെ 12 ശിഷ്യന്മാർ, then to 70 plus disciples, തുടർന്ന് then 72 to more disciples, പിന്നീട് കൂടുതൽ ശിഷ്യന്മാർ. and wherever they went, the same miracles started following them. എവിടെയൊക്കെ അവർ പോയോ ഇതേ അത്ഭുതങ്ങൾ അവരെ പിന്തുടരാൻ തുടങ്ങി. Can you shout hallelujah? ഹല്ലേലൂയ. And the people of the day, people of his day thought that if we kill Jesus, everything will be over. അന്നത്തെ ആളുകൾ ചിന്തിച്ചു, നമ്മൾ ഈ യേശുവിനെ കൊന്നുകളഞ്ഞാൽ അതിനെ തുടർന്നുള്ള അത്ഭുതങ്ങളൊക്കെ നിന്നുപോകും. The religious leaders, the priests, the high priest, all people started plotting to kill Jesus. മതാനുസാരികൾ, പരീശന്മാർ, പുരോഹിതന്മാർ എങ്ങനെയെങ്കിലും യേശുവിനെ കൊല്ലുവാൻ ഗൂഢാലോചന ചെയ്തു. One day Jesus said, ഒരിക്കൽ യേശു പറഞ്ഞു, if you destroy this temple, I will rebuild it in 3 days. നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ 3 ദിവസത്തിനകം വീണ്ടും പണിയും. Now that was Jesus' style of putting across things. യേശു കാര്യങ്ങൾ പറയുന്ന രീതി അങ്ങനെയായിരുന്നു. You know, sometimes when Jesus says something, it will have another meaning. യേശു ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വേറെ ചില അർത്ഥങ്ങൾ ഉണ്ടാവും. When we take it literally, it will have some meaning, but if you really understand his heart, then only we will understand the real purpose of that saying. യേശു പറയുന്ന ചില കാര്യങ്ങൾ ആ പറയുന്ന പടി തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ നോക്കിയാൽ അതിനൊരു അർത്ഥമുണ്ട്. എന്നാൽ യേശുവിന്റെ ഹൃദയം അറിഞ്ഞു കഴിഞ്ഞാൽ യേശു പറഞ്ഞ കാര്യങ്ങളിലെ ആഴവും യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So all people did not understand what Jesus said. എല്ലാ ആളുകൾക്കും യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ല. Jesus said, if you destroy this temple, I will rebuild it in 3 days. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ആലയം നശിപ്പിച്ചു കളഞ്ഞാൽ ഞാൻ 3 ദിവസത്തിനകം വീണ്ടും പണിയും. So all the religious people, they thought that Jesus is going to destroy the temple of God and he is going to rebuild it in 3 days. അപ്പോൾ മതാനുസാരികളായിട്ടുള്ള ആളുകൾ ചിന്തിച്ചു, യേശു ഇവിടെയുള്ള ആലയം തകർക്കാൻ പോവുകയാണ്, എന്നിട്ട് 3 ദിവസത്തിനുള്ളിൽ അത് വീണ്ടും പണിത് കാണിക്കാൻ പോവുകയാണ്. And they all wondered, how can this possible with this man? അവരെല്ലാവരും അത്ഭുതപ്പെട്ടു, ഈ വ്യക്തിക്ക് ഇതെങ്ങനെ കഴിയും? Because King Herod, when he built
it took nearly 46 years. കാരണം ഹെരോദ് രാജാവ് ഈ ആലയം പണി കഴിപ്പിക്കുവാൻ ഏകദേശം 46 വർഷമെടുത്തു. But how can this man rebuild it in 3 days? അങ്ങനെയെങ്കിൽ ഈ വ്യക്തിക്ക് എങ്ങനെ 3 ദിവസം കൊണ്ട് പണിയാൻ കഴിയും? But really what Jesus meant was something else. യേശു അവിടെ അർത്ഥമാക്കിയത് വേറൊരു കാര്യമായിരുന്നു. How many of you know what Jesus really meant? യേശു ശരിക്കും അവിടെ അർത്ഥമാക്കിയ കാര്യം നിങ്ങൾ എത്ര പേർക്ക് അറിയാം? Many of you know. പല ആളുകൾക്കും It is written there. അവിടെ എഴുതിയിട്ടുണ്ട്. Jesus was talking about his own body. യേശു തൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. In the New Testament, the temple is our body and not a building built with concrete or stones or wood. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയം എന്നുള്ളത് ഇഷ്ടികക്കട്ടകളും സിമന്റും കൊണ്ട് പണി കഴിപ്പിച്ചതല്ല, നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. Lift your right hand. എന്നിട്ട് വലതുകരം ഉയർത്താം. Everybody say, I am the temple of God. എല്ലാവരും പറയുക, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. My body is the temple of God. എന്റെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. Shout hallelujah. Hallelujah. So Jesus was speaking about his own body. യേശു ഇവിടെ തന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് പറയുകയായിരുന്നു. And really Jesus meant was, if you kill me, if you kill this body in 3 days I will come back to life. യേശുവോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ കൊന്നാൽ 3 ദിവസത്തിനകം ഞാൻ വീണ്ടും ജീവനിലേക്ക് വരും. Hallelujah. Hallelujah. So when Jesus was alive, he himself was healing the sick. യേശു ജീവനോടെ ഇരുന്നപ്പോൾ താൻ തന്നെ രോഗികളെ സൗഖ്യമാക്കി. And he also shared his power with his disciples. തന്റെ ശിഷ്യന്മാർക്ക് തന്റെ ശക്തിയെ പങ്കുകൊടുത്തു. So people thought if we kill him everything will finish. ആളുകൾ വിചാരിച്ചു ഈ യേശുവിനെ കൊന്നുകളഞ്ഞാൽ എല്ലാം തീരും. Hallelujah. Hallelujah. Remember always one thing. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. People can destroy only your body. ആളുകൾക്ക് നിങ്ങളുടെ ശരീരത്തെ മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ. They can never touch your spirit. നിന്റെ ആത്മാവിനെ ആളുകൾക്ക് തൊടുവാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് കണ്ണുകൾ അടച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള ഓരോ വ്യക്തികളെയും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് കർത്താവെ, ഇന്നത്തെ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതുപോലെ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറച്ചു വിശ്വസിക്കുക, യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്, അവന് സാധിക്കും. ഉറച്ചു വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നാവിനടിയിൽ തരിക്കുന്നത് പോലെ പ്രശ്നമുള്ള വ്യക്തി ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള ചില അൾസറുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിന് സാരമായ തകരാറുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഡിസ്ക് തകർച്ചയോ ഡിസ്കിനുള്ള സ്ഥാനഭ്രംശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഈ സമയത്ത് ഇപ്പോൾ തന്നെ ഈ സമയത്ത് അവിടെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ അസുഖമുള്ള വ്യക്തികൾ, മൂലക്കുരുവിൻ്റെ അസുഖമുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ള ചില വ്യക്തികളൊക്കെ, പൈൽസിൻ്റെ അസുഖമുള്ള വ്യക്തികൾ, ഇത്തരം ചില രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൽ എപ്പോഴും നീര് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വെരിക്കോസ് വെയിൻ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. അതുപോലെ കണ്ണിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്ന പോലെ, നിങ്ങൾക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ സാധ്യമല്ല, ആളുകളുടെ മുഖത്ത് നോക്കി
സംസാരിക്കാൻ, കണ്ണെപ്പോഴും ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്ന പോലെ, അങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. അത്തരം വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ് ചില റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്ന നിമിത്തമായിട്ട് വളരെയധികം ഭാരത്തോടെ ഇരിക്കുന്ന ചില രോഗികളുണ്ട്. പക്ഷെ വിശ്വസിക്കുക, കർത്താവിന് സൗഖ്യമാക്കാൻ സാധിക്കും. എല്ലാ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, മുഴകളുടെ പ്രശ്നങ്ങൾ, ക്യാൻസറസ് ആണോ എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള മുഴകൾ ഈ സമയത്തത് അപ്രത്യക്ഷമാകട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവെ, ഇപ്പോൾ തന്നെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം ഇവരുടെ മേൽ നീട്ടി ഇവരുടെ തലയിൽ വെച്ച് അങ്ങ് ഇവരെ സൗഖ്യമാക്കി കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുവാനായിട്ട് നിങ്ങൾ മറക്കരുത്. വെള്ളിയാഴ്ച വടകരയിലാണ്, അതുപോലെ തന്നെ ശനിയാഴ്ച ഷൊർണൂരിലാണ്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് നേരിട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. വലിയ അനുഗ്രഹങ്ങൾ കുത്തി നിറച്ച് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് കടന്നു വരിക, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ദയവായി എഴുതി അറിയിക്കുക, ഫോണിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് അത് പങ്കുവയ്ക്കാനായിട്ട് മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്, കാണാൻ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള വ്യക്തികളെ, അതുപോലെ തന്നെ കൂട്ടുകാരെ, സഹപ്രവർത്തകരെ ഒക്കെ വിളിച്ചറിയിക്കുക. നാളത്തെ എപ്പിസോഡിലൂടെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.